നമ്മൾ ഈ നിലമ്പൂരിലെ ഈ ആദിവാസി പ്രശ്നം സംസാരിക്കുമ്പോൾ ഈ സമീപകാലത്ത് വന്ന നരിവേട്ട എന്ന സിനിമ കണ്ടപ്പോൾ അതേക്കുറിച്ച് വളരെ ഹൃദയസ്പൃക്കായി താങ്കൾ എഴുതി. മുത്തങ്ങ സമരം കെ ആൻ്റണിയുടെ കാലത്തുണ്ടായിരുന്ന ആദിവാസി വേട്ടയുടെ ഒരു വല്ലാത്ത ചിത്രം ഉണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ല, ഉറപ്പായിട്ടും ജോഗിയുടെ മകൾ സീതയ്ക്ക് റവന്യൂ വകുപ്പിലല്ലേ ജോലി. ജോഗി വെടിയേറ്റ് മരിക്കപ്പെട്ടൊരു പേര് മാത്രമാണ്. പക്ഷേ നരിവേട്ട കൃത്യമായിട്ട് പറഞ്ഞതുപോലെ മരണപ്പെട്ട മനുഷ്യനെ, പേരറിയാത്ത മനുഷ്യരെ കൊണ്ടുപോയി കുഴികുത്തി അതിലിട്ട് തീ കൊളുത്തുക എന്ന് മാത്രമല്ല, പഞ്ചസാര ചാക്കുകൾ നിറച്ചിട്ട് അസ്ഥി പോലും ബാക്കി കിട്ടാത്ത വിധം തീ കൊളുത്തി കൊന്ന പാരമ്പര്യം കേരളത്തിൽ UDFന്റെ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്താണെന്ന് അറിയാത്ത ആരാണുള്ളത്? നമ്മൾ രാജൻ്റെ തിരോധാനത്തിലാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിൻ്റെ സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൂരകൃത്യമുണ്ട് എന്ന് മലയാളി മനസ്സിലാക്കുന്നത്. അല്ല, അതിഭീകരമായിട്ടുള്ള ഒരു മനുഷ്യവേട്ടയുടെ ചിത്രം അന്ന് നമ്മൾ കണ്ടല്ലോ. അവർ ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തപ്പോൾ ആ സമരത്തെ തോക്കുകൾ കൊണ്ട് മറുപടി പറഞ്ഞൊരു കാലമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത്. ആ മുത്തങ്ങ സമരത്തിലുള്ള ആദിവാസികൾക്ക് മുഴുവൻ ഭൂമി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ശരത്ത് തന്നെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞല്ലോ, ഒളകരയിൽ നമ്മൾ ഭൂമി കൊടുത്തതിൻ്റെ അനുഭവത്തെക്കുറിച്ച്. 44 ആദിവാസി കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ ഭൂമി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അരിപ്പ ഭൂമി സമരം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലായി. ഞാനും പുനലൂർ MLAയും ബന്ധപ്പെട്ടവരും ഒക്കെ ചേർന്ന് നടന്ന യോഗത്തിൽ അവസാന ഘട്ടത്തിലേക്ക് ആ കാര്യം പോയി. ആദിവാസി ഭൂമി പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാലത്തും ആയുധങ്ങൾ കൊണ്ടും തോക്കുകൊണ്ടും അവരെ നേരിട്ട ചരിത്രമാണ്. അതൊക്കെ ആദിവാസികളായിട്ടുള്ള നല്ല സഹോദരങ്ങൾക്ക് മനസ്സിലാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം 570 അവരുടെ സഹോദരന്മാർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തത് ഈ ഗവൺമെൻറ് കാലത്തല്ല, കേന്ദ്ര ഗവൺമെൻറ് എൻ്റെ കയ്യിൽ നിന്ന് അത് സമ്പാദിച്ചെടുത്ത് സ്ഥലം കൊടുത്ത്. കേന്ദ്ര അനുമതിയും വേണ്ടതുണ്ടല്ലോ. അല്ല, അതെ ഇത് കൊടുക്കുന്ന സാധനമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വനമായതുകൊണ്ട് അത്തരം ചില നടപടിക്രമങ്ങൾ വേണം. എങ്കിലും അതല്ലാത്ത സ്ഥലങ്ങൾ ഉൾപ്പെടെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ തയ്യാറാക്കി വരികയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ പറ്റാത്തത് കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളത് കൊണ്ടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് ആ കാര്യങ്ങളെല്ലാം സംസാരിക്കും. അവരിൽ നല്ല വിഭാഗത്തിനും ആ കാര്യങ്ങൾ അറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.